ഗുരുവിൻ്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വിശുദ്ധന്റെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നവരോരോരുത്തരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. വിശുദ്ധ യോസേപ്പ് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചതുപോലെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും വചനത്തിൽ വിശ്വസിച്ച് മുന്നേറുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം.